പ്രിയപ്പെട്ടവരെ, പരിണാമത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ തയ്യാറാക്കിയ ഡാർവിനും വാലസും മറ്റുമൊക്കെ തൻ്റെ വഴികാട്ടിയായി കണ്ടിരുന്നത് അലക്സാണ്ടർ ഹംബോൾട്ടിനെയായിരുന്നു. ഹംബോൾട്ടിനെ കുറിച്ചൊരു പുസ്തകം വായിക്കുന്നതിൻ്റെ ഇടയിൽ വേണുമാഷോട് ഈ വിവരം പറഞ്ഞപ്പോൾ ഉടനെ ചോദിച്ചത്, ശേഷഗിരി പ്രഭുവിൻ്റെ വ്യാകരണമിത്രത്തിൽ ഈ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ് ഭാഷയുടെ ഇന്ന വിഷയമായിട്ട് പറയുന്ന ഹംബോൾട്ടാണോ എന്നാണ്. എങ്ങനെ ഇപ്പോൾ ഇത് ഓർക്കുന്നത് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ അത് ആ ഹംബോൾട്ടിൻ്റെ ഏട്ടനാവാനാണ് വഴി. കാരണം അലക്സാണ്ടർ ഹംബോൾട്ട് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏട്ടനാണ് വെൽഹിമാണ് ഗ്രമേറിയൻ. പക്ഷെ വാസ്തവത്തിൽ ഈ അലക്സാണ്ടർ ഹംബോൾട്ട് ലോകത്തിലുള്ള അറിവ് മുഴുവൻ ഒരു 10-11 വോളിയം പുസ്തകത്തിൽ ഒതുക്കിയിരുന്നു, കോസ്മോസ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു സെറ്റ് എങ്ങനെയോ കേരളത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഹംബോൾട്ടിൻ്റെ റെഫറൻസ് കാണുന്നത് അഭിജ്ഞാന ശാകുന്തളത്തിലെ അവതാരികയിൽ ഹംബോൾട്ടിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അവിടെ അലക്സാണ്ടർ ഫോൺ ഹംബോൾട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഇതൊക്കെ ഓർക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഒരു സന്ദർഭം കൂടി ഞാൻ പറയുന്നുള്ളൂ. 83 ഇവിടെ വരുമ്പോൾ എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പരിചയപ്പെടേണ്ട ആൾക്കാരുടെ ലിസ്റ്റ്. കൃഷ്ണനായർ മാഷാണ് ആ ലിസ്റ്റ് തയ്യാറാക്കി തന്നത്. അതിൽ ആദ്യത്തെ പേര് TB വേണുഗോപാലപ്പണിക്കരാണ്. ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ പരിചയപ്പെട്ടു. ആ വർഷം തന്നെ ഞങ്ങൾ ആറാട്ടുപുഴ പൂരത്തിന് പോയി. ശാസ്താമൻ്റെ മേളം കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ മാഷ ചെയ്തത്, അവിടെ ഈ തത്തയെ കൊണ്ടുവന്നും കൈ നോക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 400ഓളം വരും. അത്ര വിപുലമാണ് അവിടുത്തെ പറമ്പ്. അവരുടെ അടുത്ത് പോയി സംസാരിക്കുക. അപ്പോൾ അവർ സംസാരം കേട്ട് കഴിഞ്ഞാൽ മാഷ് പറയും, ഈ സ്ത്രീ ഇന്ന പ്രദേശത്തിൽ നിന്ന് വരുന്നതാണ് എന്നാണ്. അങ്ങനെ മാഷ് പറയുന്നത് ഒണാട്ടുകര തൊട്ട് ഇപ്പുറത്തൊരു സ്ഥലം വരെയുള്ള സ്ഥലത്തെ സ്ത്രീകളാണ് ഈ പണിക്ക് വരുന്നത്. അതിൽ ഓരോ ഭാഷ കേട്ടാലും മാഷക്ക് വ്യത്യസ്തമായിട്ട് പറയാൻ കഴിയും. ഇത് അവിടുത്തെ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ. എവിടെ തുടങ്ങിയാലും എവിടെ പറഞ്ഞാലും ഒന്നും ആവില്ല. മാഷേ, ഞാനെന്നും ഓർക്കും. നമസ്കാരം.